ലേവ്യ പുസ്തകം 18 അധ്യായം. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും അരുത്. അവരുടെ മര്യാദ ആചരിക്കരുത്. എന്റെ വിധികളെ അനുസരിച്ച് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ആകയാൽ എന്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. ഞാൻ യഹോവയാകുന്നു. നിങ്ങളെല്ലാവരും തനിക്ക് രക്തസംബന്ധമുള്ള യാതൊരുത്തരുടെയും അനാവർത്തിയമാക്കുവാൻ തക്കവണ്ണം അവരോട് അടുക്കരുത്. ഞാൻ യഹോവയാകുന്നു. നിന്റെ അപ്പന്റെ നഗ്നതയും അമ്മയുടെ നഗ്നതയും അനാവർത്തിയമാക്കരുത്. അവൾ നിന്റെ അമ്മയാകുന്നു. അവളുടെ നഗ്നത അനാവർത്തിയമാക്കരുത്. അപ്പന്റെ ഭാര്യയുടെ നഗ്നത അനാവർത്തിയമാക്കരുത്. അത് നിന്റെ അപ്പന്റെ നഗ്നതയല്ലോ. അപ്പന്റെ മകളോ അമ്മയുടെ മകളോ ആയ നിന്റെ സഹോദരിയുടെ നഗ്നത അനാവർത്തിയമാക്കരുത്. വീട്ടിൽ ജനിച്ചവരായാലും പുറമേ ജനിച്ചവരായാലും അവളുടെ നഗ്നത അനാവർത്തിയമാക്കരുത്. നിന്റെ മകന്റെ മകളുടെ നഗ്നതയോ മകളുടെ മകളുടെ നഗ്നതയോ അനാവർത്തിയമാക്കരുത്. അവളുടെ നഗ്നത നിന്റേത് തന്നെയല്ലയോ. നിന്റെ അപ്പന് ജനിച്ചവളും അവന്റെ ഭാര്യയുടെ മകളുമായുള്ളവരുടെ നഗ്നത അനാവർത്തിയമാക്കരുത്. അവൾ നിന്റെ സഹോദരിയല്ലോ. അപ്പന്റെ സഹോദരി നഗ്നത അനാവർത്തിയമാക്കരുത്. അവൾ അപ്പന്റെ അടുത്ത ചാർച്ചക്കാരത്തിയല്ലയോ. അമ്മയുടെ സഹോദരിയുടെ നഗ്നത അനാവർത്തിയമാക്കരുത്. അവൾ നിന്റെ അമ്മയുടെ അടുത്ത ചാർച്ചക്കാരത്തിയല്ലോ. അപ്പന്റെ സഹോദരൻ നഗ്നത അനാവർത്തിയമാക്കരുത്. അവന്റെ ഭാര്യയോട് അടുക്കുകയും അരുത്. അവൾ നിന്റെ ഇളയമ്മയല്ലോ. നിന്റെ മരുമകളുടെ നഗ്നത അനാവർത്തിയമാക്കരുത്. അവൾ നിന്റെ മകന്റെ ഭാര്യയല്ലോ. അവളുടെ നഗ്നത അനാവർത്തിയമാക്കരുത്. സഹോദരന്റെ ഭാര്യയുടെ നഗ്നത അനാവർത്തിയമാക്കരുത്. അത് നിന്റെ സഹോദരന്റെ നഗ്നതയല്ലോ. ഒരു സ്ത്രീയുടെയും അവളുടെ മകളുടെയും നഗ്നത അനാവർത്തിയമാക്കരുത്. അവളുടെ മകന്റെയോ മകളുടെയോ മകളുടെ നഗ്നത അനാവർത്തിയമാക്കരുത്. അവരെ പരിഹരിക്കരുത്. അവർ അടുത്ത ചാർച്ചക്കാരല്ലോ. അത് ദുഷ്കർമ്മം. ഭാര്യ അജയനോടിരിക്കുമ്പോൾ അവളെ ദുഃഖിപ്പിപ്പാൻ അവളുടെ സഹോദരിയുടെ നഗ്നത അനാവർത്തിയമാക്കുമാറ് അവളുടെ കൂടെ പരിഗ്രഹിക്കരുത്. ഒരു സ്ത്രീ ഋതുനിമിത്തം അശുദ്ധമായിരിക്കുമ്പോൾ അവളുടെ നഗ്നത അനാവർത്തിയമാക്കുമാർ അവളോട് അടുക്കരുത്. കൂട്ടുകാരന്റെ ഭാര്യയോടുകൂടെ ശയിച്ച് അവളെ കൊണ്ട് നിന്നെ അശുദ്ധനാക്കരുത്. നിന്റെ സന്തതിയിൽ ഒന്നിനെയും മോലെക്കിന് അർപ്പിച്ച് നിന്റെ ദൈവത്തിന്റെ നാമത്തെ അശുദ്ധമാക്കരുത്. ഞാൻ യഹോവയാകുന്നു. സ്ത്രീയോടെന്ന പോലെ പുരുഷനോടുകൂടെ ശയിക്കരുത്. അത് മ്ലേച്ഛത. യാതൊരു മൃഗത്തോടും കൂടെ ശയിച്ച് അതിനാൽ നിന്നെ അശുദ്ധനാക്കരുത്. യാതൊരു സ്ത്രീയും ഒരു മൃഗത്തോടുകൂടെ ശയിക്കേണ്ടതിന് അതിന്റെ മുമ്പിൽ നിൽക്കുകയും അരുത്. അത് നികൃഷ്ടം. ഇവയിലൊന്നുകൊണ്ടും നിങ്ങളെ തന്നെ അശുദ്ധനാക്കരുത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതികളെ വേദൊക്കെയും തങ്ങളെ തന്നെ അശുദ്ധമാക്കുന്നു. ദേശവും അശുദ്ധമായി തീർന്നു. അതുകൊണ്ട് ഞാൻ ഇതിന്റെ അകൃത്യം അതിന്മേൽ സന്ദർശിക്കുന്നു. ദേശം തന്റെ നിവാസികളെ ഛർദ്ദിച്ചു കളയുന്നു. ഈ മ്ലേച്ഛതയൊക്കെയും നിങ്ങൾക്ക് മുമ്പേ ആ ദേശത്തുണ്ടായിരുന്ന മനുഷ്യർ ചെയ്തു. ദേശം അശുദ്ധമായി തീർന്നു. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ജാതികളെ ദേശം ഛർദ്ദിച്ച് കളഞ്ഞതുപോലെ നിങ്ങൾ അതിനെ അശുദ്ധമാക്കിയിട്ട് നിങ്ങളെയും ഛർദ്ദിച്ചു കളയാതിരിപ്പാൻ നിങ്ങൾ എന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കണം. ഈ മ്ലേച്ഛതകളിൽ യാതൊന്നും സ്വദേശിയാകട്ടെ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിയാകട്ടെ ചെയ്യരുത്. ആരെങ്കിലും ഈ സകല മ്ലേച്ഛതകളിലും ഏതെങ്കിലും ചെയ്താൽ അങ്ങനെ ചെയ്യുന്നവരെ അവരുടെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. ആകയാൽ നിങ്ങൾക്ക് മുമ്പേ നടന്ന ഈ മ്ലേച്ഛ മര്യാദകളിൽ യാതൊന്നും ചെയ്യാതെയും അവയാൽ അശുദ്ധരാക്കാതെയും ഇരിപ്പാൻ നിങ്ങൾ എന്റെ പ്രമാണങ്ങളെ പ്രമാണിക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു.